ഔട്ട് ആവണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അഭിപ്രായം? ഹാപ്പി അല്ലേ? നല്ല വിശേഷം, സുഖം. കുറച്ച് മെഡിക്കൽ പ്രോബ്ലം ഉണ്ട്, അപ്പൊ അതിനായിട്ട് ഇങ്ങനെ പോവാണ്. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. നമുക്ക് അങ്ങോട്ട് മാറി എല്ലാം സൂപ്പറായിരുന്നു. അറിയാം, വഴി അറിയാം. ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ ഓക്കെ അല്ല, അപ്പൊ അത് കാരണം എല്ലാവരായിട്ട് കണ്ടാലും സന്തോഷം. നിങ്ങളൊക്കെ വരുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ ഞാൻ ഇതിട്ട് പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ഒരു സാധാരണ കുട്ടിയാണ്. ഞാൻ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഇത്ര വലിയ ആളൊന്നുമില്ലല്ലോ. കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു കോമണറായിട്ട് കയറി വന്നതാണ്. ഒരു 57 ദിവസം നിൽക്കാൻ പറ്റി, അതിൽ തന്നെ വലിയൊരു സന്തോഷം. ഇത്രയേ ഉള്ളൂ. പോട്ടെ. നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ഈ പെങ്ങളൂട്ടി എന്നുള്ളൊരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ടാഗ്ലൈൻ ഒന്ന് പൊക്കോട്ടെ. ഇല്ലില്ല, അങ്ങനെ എന്തോ ഒരു അടി ഉണ്ടായിട്ടില്ല. പോട്ടെ. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ആണോ? എല്ലാവരും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് എല്ലാവരും വരും. പൈസ തരാന്ന് പറയുമ്പോൾ സന്തോഷമായോ? വീട് വെക്കാനൊരു ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് സിജോ ആൻഡ് സായി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കാവോ? കുറച്ചേരം നിൽക്കാം. ഒരു 5 മിനിറ്റ് വന്നിട്ട് പൊക്കോളൂ. ഓ, ഉറപ്പായിട്ടും. നന്ദന, ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു PR വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് കയറിയാണ്. ഇപ്പൊ 80 ദിവസത്തോളം 70-75 ദിവസത്തോളം അവിടെ നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് അടിപൊളിയാണ്, സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം. നിങ്ങളത് അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച, ഞാൻ പുറത്തുനിന്ന് കണ്ടൊരു വ്യക്തിയാണല്ലോ, പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഫുൾ ഓക്കെ, അടിപൊളിയാണ്. ഇപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ഇപ്പൊ ഫിനാലയിലുള്ള ലാസ്റ്റ് വീക്കിലായാലും ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സിജോയും സായി നമ്മളുള്ള നന്ദന നമ്മളുള്ള ഗ്രൂപ്പ് കളിയായിരിക്കും ഒരു പക്ഷേ പ്രതികൂലമായിട്ട് വന്നത്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നട്ടെ. അങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു തോന്നി ഇറങ്ങി കഴിഞ്ഞപ്പോൾ. നോ. ആര് വിന്നാവുന്നാണ് ആഗ്രഹിക്കുന്നത്? അറിയില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അല്ല, നന്ദനയുടെ കാഴ്ചപ്പാടിൽ ഇല്ല, എനിക്കാണെങ്കിൽ ആ കാഴ്ചപ്പാടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയാ പോവും. പിന്നെന്താ, പോവില്ല, ഉറപ്പായിട്ടും പോവും. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോയാണ്. ബിഗ് ബോസിൽ ഉറപ്പായിട്ട് ഞാൻ പോവും. ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് പ്രതിരോധിച്ചു നിന്നതും ഒക്കെ ദേഷ്യപ്പെടണമൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ജാസ്മിന്റെ ക്യാരക്ടർ അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തായി. ഇപ്പൊ ഗബ്രി പുറത്തായി, രശ്മി പുറത്തായി. അപ്പം ജാസ്മിന് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് വയൽക്കാരായിട്ട് ഒരു 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കയറുന്നത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ. എന്താണ് അവിടെ നടക്കണതെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് മൊബൈലിൽ ഒന്നുമില്ല. നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോണൊരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോകാൻ ആഗ്രഹമുള്ള ഒരാള് നന്ദനാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഒരു എന്റെ ഒറിജിനലായിട്ട് നിന്ന കാരണമാണല്ലോ ഞാൻ. അടാ, ഇത് മൈക്കാരുടെ ലാലേട്ട മുത്തല്ലേ നെഞ്ചിനകത്ത് ലാലേട്ടൻ. ആണോ? എനിക്കറിയില്ല, കണ്ടറിയാം, കേട്ടറിയാം. ഈ എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കാരണം നന്ദനല്ല ഔട്ട് ആവണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അഭിപ്രായം? നന്ദനല്ലേ ഔട്ട് ആവണ്ടേ? ബിഗ് ബോസ് ജാസ്മിനെ വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്. നന്ദനയുടെ ഒരു അഭിപ്രായം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല ചേട്ടാ. ഞാൻ വരാം, എന്തായാലും വരാം. നിങ്ങൾ ഇങ്ങനെ നടന്നു. ഞാൻ ഓടില്ല, സീരിയസ്ലി ഓടില്ല, നടന്നു. ഓടില്ല, സത്യമായിട്ട് ഓടില്ല. നന്ദനെ ആഗ്രഹിച്ച് ഈ ഫെയിമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ടാ. ഉറപ്പായിട്ട് ഞാൻ നിൽക്കും. ഓക്കെ, ഞാൻ നിന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സത്യത്തിൽ വയ്യാത്തോണ്ടാ. മനസ്സിലായി.
ഈ ചേച്ചി വരെ നോക്കുന്നു എന്തേ കുട്ടി ഇങ്ങനെ അല്ലേ. അല്ല നന്ദൻ ഇത്രയും ദിവസം നിന്നതിൽ ഞാൻ പറയാണ് ഓക്കെ ചേട്ടാ. ഈ എവിക്ഷൻ അൺഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിന് നന്ദനയ്ക്ക് എന്താ? കാരണം നന്ദന കളിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയും, നന്ദന പറയോ കളിച്ചിട്ടില്ല എന്ന്? ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. പ്രേക്ഷകർ നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ചല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇല്ല ഞാൻ ഇറങ്ങി പോവില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളവിടെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ പോയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് ഇഷ്ടം കുറഞ്ഞ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്? ഇല്ല അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, ആൾക്കാരോടൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ. കപ്പ് ജിന്തോയ്ക്കാണോ അതോ ജാസ്മിനാണോ? കപ്പെനിക്ക് മതിയോ? ഈ ജിൻഡോയോട് വ്യക്തിവൈരാഗ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നോ? ഫാൻസിനോട് എന്തായാലും പറയാം. ഓ എനിക്ക് ഫാൻസ് ഉണ്ട് ദൈവം. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ ഒട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇതുവരെ എത്തുന്നെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പടിക്കും 100 ദിവസം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ 2000 ഡ്രസ്സും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇതുവരെ ഇത് എത്തി. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നന്ദിൻ്റെ ലവ് യു. ഒരു ഫൈനൽ 5 ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അറിയില്ല എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞു അറിയില്ല. ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ സിജോ ചേട്ടൻ സായി ചേട്ടൻ വരട്ടെ, എനിക്ക് അവരാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞ പോതാക്കണം. അതൊന്നും എനിക്കറിയില്ല. ആര് കപ്പടിക്കട്ടെ. പോട്ടെ. ലവ് യു ഓൾ. സോറി. ബൈ 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 ബൈ. ഓ നേരെ വീട്ടിലേക്കാണോ? നേരെ വീട്ടിലേക്കാ. തൃശ്ശൂര്? ആ തൃശ്ശൂർക്കാ. അറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു അതന്നെ സന്തോഷം. ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ. അപ്പൊ എല്ലാവരോടും താങ്ക് യു. ബിഗ് ബോസിന് കിട്ടിയത് എനിക്ക് കുറെ സൗഹൃദങ്ങൾ കിട്ടി, കുറെ ഫ്രണ്ട്സിനെ കിട്ടി, ഇതുപോലെ നിങ്ങൾ ചേട്ടന്മാരെ കുറെ ആൾക്കാരെ കിട്ടി. അതന്നെ എനിക്ക് വലിയ കാര്യമല്ലേ. ഓക്കെ പോട്ടെ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല.